പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ 7ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചക്ഷുരാദികൾ ചതിച്ചിടും ചതിയിൽ വീണിടും ചതുരനെങ്കിലും പക്ഷമില്ല ഭവതിക്കവൻ പ്രതി ഭവചരിത്രപരനെങ്കിലോ തൽക്ഷണം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവീടുമീ പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന പരദൈവതം ഭവതിയല്ലയോ. ചക്ഷുരാദികൾ ചതിച്ചിടും ചതിയിൽ വീണിടും ചതുരനെങ്കിലും പക്ഷമില്ല ഭവതിക്കവൻ പ്രതി ഭവചരിത്രപരനെങ്കിലോ തൽക്ഷണം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവീടുമീ പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന പരദൈവതം ഭവതിയല്ലയോ. ചതുരനെങ്കിലും എത്ര സാമർഥ്യമുള്ളവനായാലും ചക്ഷുരാദികൾ ചതിച്ചിടും ചതിയിൽ വീണിടും. കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ ചതിക്കുന്ന ചതിയിൽ വീണുപോകും. ഭവതിക്ക്, ദേവിക്ക് അവൻ പ്രതി പക്ഷമില്ല, അവനോട് യാതൊരു പക്ഷവുമില്ല, പ്രത്യേക മമതയൊന്നുമില്ല. ഭവചരിത്രപരനെങ്കിലോ ദേവീചരിതമെല്ലാം അറിഞ്ഞു ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്നും അർത്ഥം പറയാം. ഭവചരിത്രം എന്നുള്ളതിന് ഇവിടെ ഭവിച്ചിട്ടുള്ള സർവ്വതിനെപ്പറ്റിയും യഥാതഥം അറിവുള്ളവൻ എന്നർത്ഥവും സ്വീകരിക്കാവുന്നതാണ്. തൽക്ഷണം ഉടനടി സകലവും ഭവിച്ച് എല്ലാം ഉണ്ടായി വന്ന് സതതം എല്ലായ്പ്പോഴും സുഖിച്ചു മരുവീടും, സുഖിച്ചു വാഴുവാൻ ഇടയാവും. ഈ പക്ഷമൊക്കെയും അറിഞ്ഞിടുന്ന, ഇങ്ങനെയുള്ള വശങ്ങളെപ്പറ്റിയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരദൈവതം ഭവതിയല്ലയോ. പരദൈവതം ഭവതി തന്നെയാണല്ലോ എന്ന് പറയാൻ ദേവിക്കറിയാത്തതായി ഇവിടെ യാതൊന്നുമില്ല. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സർവ്വതും ദേവി സ്വരൂപം തന്നെയാണ്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. എത്ര സാമർഥ്യമുള്ളവനും ഇന്ദ്രിയങ്ങളുടെ ചതിയിൽ വീണുപോകും. അങ്ങനെയുള്ളവനോട് ദേവിക്ക് അനുകൂലമായ നിലപാടുകളൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ മമതയൊന്നും തന്നെയില്ല. എന്നാൽ ദേവീതത്വം നന്നായി അറിഞ്ഞിട്ടുള്ളവനും ഈ ജഗദ്വിലാസങ്ങളെപ്പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവനും ദേവിയിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവനും ദേവീപ്രസാദത്താൽ നിത്യസുഖം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പക്ഷങ്ങളെപ്പറ്റി എല്ലാം ശരിയായ ധാരണയുള്ളവളാണല്ലോ പരാശക്തിയായ ദേവി. ചക്ഷുരാദികൾ ചതിച്ചിടും ചതിയിൽ വീണിടും ചതുരനെങ്കിലും എന്ന പ്രയോഗം ദ്വയാർത്ഥപുഷ്ടമാണ്. ഉപാസകൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപാസനയിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് പോലും ദേവീതത്വത്തെ യഥാതഥം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോകുമെന്നാണ് അതിലൊരർത്ഥം. ദേവിയുടെ കണ്ണ് മുതലായ അവയവങ്ങളെ യഥാതഥം വ്യാഖ്യാനിച്ച് അവ പ്രതീകവൽക്കരിക്കുന്നതായ ഗൂഢാർത്ഥങ്ങൾ വെളിപ്പെടുത്തിയെടുക്കുന്നതിൽ ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് പോലും പരാജയം സംഭവിക്കാം, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാമെന്നാണ് ഈ പ്രയോഗത്തിൻ്റെ മറ്റൊരർത്ഥം. വിഗ്രഹരൂപിയായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവിയെ കാവ്യബിംബമായി തന്നെ ഉൾക്കൊള്ളാനും വിഗ്രഹത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഇഴപിരിച്ച് അവ പ്രതീകവൽക്കരിക്കുന്ന താത്വിക ജ്ഞാനം സാക്ഷാത്കരിച്ചെടുക്കാനും കഴിയുന്നവർക്ക് മാത്രമേ ദേവീപ്രസാദം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. കാരണം ദേവി ജ്ഞാനസ്വരൂപിണിയാണല്ലോ. ഭവചരിത്രപരനെങ്കിലോ
തൽക്ഷണം സകലവും ഭവിച്ചു സതതം സുഖിച്ചു മരുവീടും ഈ പക്ഷമൊക്കെയും അറിഞ്ഞിടുന്ന പരദൈവതം ഭവതിയല്ലയോ എന്ന ചോദ്യരൂപേണയാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. ഭവമെന്ന പദത്തിൻ്റെ വാഗർത്ഥം ഭവിച്ചത് എന്നാണ്. അതായത് ഈ ലോകമെന്നാണ്, ഭവസാഗരമെന്ന് നമ്മൾ പറയുമല്ലോ. പ്രാപഞ്ചിക വാഴ്വിനെ പറ്റിയുള്ള സമഗ്രമായ ജ്ഞാനം സമാർജിച്ചവനെയാണ് ഭവചരിത്രപരൻ എന്ന് പറയുന്നത്. ഭവചരിത്രപരനായ ജ്ഞാനിക്കൊരിക്കലും ദുഃഖങ്ങൾ അനുഭവപ്പെടുകയില്ല. സുഖദുഃഖങ്ങൾ ആപേക്ഷികങ്ങളാണെന്നും സ്വപക്ഷത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നവർക്കാണ് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുമുള്ള വസ്തുതാപരമായ ബോധം ഉറച്ചു കിട്ടിയ മനസ്സിൻ്റെ ഉടമകളാണ് ഭവചരിത്രപരന്മാർ. അതുകൊണ്ട് തന്നെ ദുഃഖാനുഭവങ്ങളെ അറിവിൻ്റെ തലത്തിൽ വിചാരം ചെയ്തറിഞ്ഞ് ജീവിതം സുഖകരമാക്കി തീർക്കാൻ അക്കൂട്ടർക്ക് സാധിക്കുന്നു. ജ്ഞാനസ്വരൂപിണിയായ ദേവിയുടെ പ്രഭാവം തന്നെയാണ് ആ സുഖാനുഭൂതിക്ക് കാരണമായി ഭവിക്കുന്നത്. ദേവി മംഗളാത്മികയും വരദായിനിയുമാണ്. മറിച്ചുള്ള ചിന്തകളെല്ലാം ദേവീതത്വത്തെ ശരിയായി അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. വിഗ്രഹാരാധനയുടെ പിന്നിലുള്ള ദാർശനിക രഹസ്യം മനസ്സിലാക്കാതെ പൗരോഹിത്യ ശാസനകളനുസരിച്ച് ആരാധന നടത്തി ആധ്യാത്മിക ചൂഷണത്തിനിരയാകുന്ന അജ്ഞാനികൾക്ക് ദേവിയുടെ ചില ഭാവരൂപങ്ങൾ ഭയമുളവാക്കുന്നവയായി ഭവിക്കുന്നു. ദേവീതത്വം ശരിയായി അറിഞ്ഞവർക്ക് ദേവിയുടെ എല്ലാ ഭാവരൂപങ്ങളെയും മംഗലാത്മികയായ ഭാവരൂപത്തിൽ മാത്രമേ ദർശിക്കാൻ സാധിക്കൂ. ഉദാഹരണമായി പറഞ്ഞാൽ ഈ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളൊക്കെ അവിടുത്തെ വിഗ്രഹങ്ങൾ ഉഗ്രമൂർത്തികളാണെന്നും അവിടെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ അത് പരദ്രോഹപരമായാൽ പോലും സാധിച്ചു കിട്ടുമെന്നൊക്കെയാണ് വിശ്വാസം. അവിടെയുള്ള വഴിപാടുകൾ, ഇപ്പോൾ കോഴിബലി തുടങ്ങിയ വഴിപാടുകളൊക്കെ ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നെങ്കിലും ആളുകൾ അതിൽ നിന്നൊക്കെ പിന്മാറിയെങ്കിലും ഇപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ അമർന്ന് അത്തരം വഴിപാടുകളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ അന്യൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഭദ്രകാളിക്ക് അങ്ങനെയൊരു രൂപസങ്കല്പം ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പ്രതിഷ്ഠകൾ വഴി അവിടെ അതിന് ഉള്ള പൂജകളും മറ്റു കാര്യങ്ങളും വഴിപാടുകളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ആധ്യാത്മിക ചൂഷണമാണ്. കാരണം യഥാർത്ഥത്തിൽ ഭദ്രകാളി എന്താകുന്നുവെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിൽ നമ്മൾ പഠിച്ചതാണ്. എല്ലാവർക്കും സർവർക്കും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഭദ്രം മാത്രം, ഭദ്രമായതെന്ന് പറഞ്ഞാൽ ശുഭകരമായതെന്നാണ്, അതുമാത്രം പ്രദാനം ചെയ്യുന്ന മംഗളാത്മികയായ ആദിപരാശക്തിയെയാണ് ശരിക്കും ഭദ്രകാളി ഭാവത്തിൽ ആരാധിക്കേണ്ടത്. പക്ഷെ അക്കാര്യം മനസ്സിലാക്കാതെ രുദ്രഭാവം നൽകി പരദ്രോഹപരമായ കാര്യങ്ങൾക്ക് പോലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായി സങ്കല്പിച്ചാണ് പല ഭദ്രകാളി ക്ഷേത്രങ്ങളിലെയും ആരാധനകൾ നടത്തുകയും അവിടെ വഴിപാടുകൾ നേരുകയും ഒക്കെ ചെയ്യുന്നത്. സത്യത്തിൽ അതൊക്കെ ദേവീ തത്വത്തെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്. ദേവി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനമയി അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപിണി എന്നാണ്. പരദ്രോഹം ഒരിക്കലും അറിവിൻ്റെ ഭാഗമല്ലല്ലോ. അതിന് അറിവിൻ്റെ തലത്തിൽ ഒരിക്കലും സാധുതയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള ചിന്താ പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ തികച്ചും ആധ്യാത്മിക ചൂഷണമാണ് എന്ന കാര്യം മനസ്സിലാക്കി ദേവിയെ യഥാർത്ഥം സാക്ഷാത്കരിക്കണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്ന ഒരു അഷ്ടകം തന്നെ ഗുരു രചിച്ചിട്ടുള്ളത്. ദേവീതത്വം ശരിയായി അറിഞ്ഞവർക്ക് ദേവിയുടെ എല്ലാ ഭാവസ്വരൂപങ്ങളെയും
മംഗലഭാവത്തിൽ മാത്രമേ ദർശിക്കാൻ സാധിക്കൂ. പക്ഷമൊക്കെയും അറിഞ്ഞിടുന്ന പരദൈവതം ഭവതിയല്ലയോ എന്ന ഗുരുവിൻ്റെ ചോദ്യത്തെ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. പരദൈവതം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലൊക്കെ സങ്കല്പിക്കപ്പെട്ടു പോരുന്ന ദൈവതമല്ല, അതിനപ്പുറത്താണ്, അല്ലെ നിങ്ങൾ പറയുന്ന, അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്ന ഇത്തരത്തിലുള്ള ദൈവതമല്ല യഥാർത്ഥ ദൈവതം. യഥാർത്ഥ ദേവീ സ്വരൂപം എന്ന് പറയുന്നത് ആദി പരാശക്തി തന്നെയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് ദേവിയെ ഭജിക്കുന്നവർക്ക് മാത്രമേ ദേവീപ്രസാദം ലഭിക്കൂ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ സമർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.